നമസ്കാരം. മമ്മാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. കഴിഞ്ഞ മാസം ഒരു ചൈന ട്രിപ്പിന് പോയിരുന്നു. കുറച്ച് ചൈന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയത് സ്കൈ ടൈമിനൊപ്പമായിരുന്നു. പാക്കേജ് ടൂറായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് ചൈന. ഇത് ഞങ്ങളുടെ ടീം മാനേജർ ബെൻസനാണ് കൊടിയൊക്കെ പിടിച്ച്. ഇനിയിപ്പോൾ ഞങ്ങൾ 44 പേരും ഈ കൊടിയുടെ പുറകെ ആയിരിക്കും നടക്കുക. 8 മാസക്കാർ മുതൽ 80 വയസ്സുകാരൻ വരെ ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചൈന എത്തി, പെട്ടിയൊക്കെ കളക്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ ട്രാവൽ ടൈം ഞാൻ നേരത്തെ നോക്കിയിരുന്നില്ല. ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന അയൽവക്ക രാജ്യമല്ലേ, അധികം സമയം വേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രാവൽ ടൈം ഒക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മലേഷ്യ വരെ 4.5 മണിക്കൂർ, മലേഷ്യയിൽ നിന്ന് 5.5 മണിക്കൂർ. എല്ലാവരും വളരെ ടയേർഡായി. ചൈന കണ്ടപ്പം ഭയങ്കര അത്ഭുതമായി കേട്ടോ. ഒരിക്കലും ചൈനയെക്കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. വമ്പൻ കെട്ടിടങ്ങൾ, നിറച്ച് ചെടികൾ, നിരനിരയായി നല്ല വെട്ടിയൊതുക്കിയ ചെറിയ മരങ്ങൾ, നല്ല നീറ്റായ സിറ്റി. ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യം, പിന്നെ നമ്മുടെ കൊറോണയുടെയും കൂടെ രാജ്യം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്. 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിലെത്തിയിരുന്നു. റൂമെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ലഞ്ചും ഡിന്നറും എല്ലാം യാത്രാമധ്യേ കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലെത്തിയത്. ഇത് ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂ ആണ്. രാവിലെ തന്നെ എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇഷ്ടം പോലെ വയറ് നിറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് എല്ലാവരും വണ്ടിയിൽ കയറി. തലേദിവസത്തെ ക്ഷീണമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മിയയായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. ഇവിടെയുള്ളവർക്കൊക്കെ ചൈനീസ് ഭാഷ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പക്ഷേ ഇതുപോലെയുള്ള ഗൈഡൊക്കെ അല്പസ്വല്പം ഇംഗ്ലീഷും സംസാരിക്കും. അപ്പോൾ അന്ന് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ മിയ വിശദീകരിക്കുകയാണ്. ഷാങ്ഹായിൽ ഞങ്ങൾ ആദ്യം പോയത് ജേഡ് ബുദ്ധ ക്ഷേത്രം കാണാനായിരുന്നു. പരമ്പരാഗത ചൈനീസ് മാതൃകയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇവിടെ സ്വർണം, ജേഡ് സ്റ്റോൺ, സ്ഫടികം ഇവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ധാരാളം വിഗ്രഹങ്ങളുണ്ട്. ഇവയൊക്കെ പല ഹാളുകളിലായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവ ജേഡ് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ 2 വിഗ്രഹങ്ങളാണ്. സിറ്റിംഗ് ബുദ്ധയും റിക്ലൈനിങ് ബുദ്ധയും. ഇവ മ്യാൻമറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സിറ്റിംഗ് ബുദ്ധ ബുദ്ധൻ്റെ ജ്ഞാനോദയത്തെയും റിക്ലൈനിങ് ബുദ്ധ നിർവ്വാണത്തെയും സൂചിപ്പിക്കുന്നു. ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ ഒരു വൻ ശേഖരവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഷാങ്ഹായിലെ ഈ ബുദ്ധക്ഷേത്രം വളരെ ഫേമസ് ആണ്. ഇതിനിടയിൽ അല്പം വീട്ടുകാര്യം കൂടെ. എൻ്റെ മോൾക്ക് ബുദ്ധനോട് ഭയങ്കര ആരാധനയായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവളുടെ മോന് ഗൗതം എന്ന് പേരിട്ടു. പക്ഷേ കുഞ്ഞ് ഭയങ്കര കുറുമ്പനാണ്. അവൾക്കപ്പം ഇപ്പം വലിയ ആരാധനയൊന്നുമില്ല ബുദ്ധനോട്. ക്ഷേത്രമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഇപ്പോൾ ഈ ബസ് പോകുന്നത് ഒരു ടണലിൽ കൂടിയാണ് കേട്ടോ. മനുഷ്യനിർമ്മിതമായ ഒരു നദിയുടെ അടിയിൽ കൂടിയുള്ള ടണലാണിത്. ഇതുകൂടാതെ ഇവിടെ വേറെ ടൂറിസ്റ്റ് ടണലുണ്ട്. അതിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളേതോ ഒരു മായിക ലോകത്ത് ചെന്നെത്തിയതുപോലെ തോന്നും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. ഞങ്ങളുടെ പ്ലാനിൽ അതുണ്ടായില്ല. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഷാങ്ഹായ് ടവർ ആയിരുന്നു. ലോകത്തിലെ 3ാമത്തെ ഉയരം കൂടിയ കെട്ടിടമാണിത്. ഒരു ട്വിസ്റ്റഡ് ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡിസൈൻ ചുഴലിക്കാറ്റിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ എലിവേറ്റർ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. കണ്ണടച്ച് തുറക്കും മുമ്പേ 118ാം ഫ്ലോറിലെത്താം. ഭയങ്കര ലൈറ്റ് കാരണം അത് ക്ലിയറായി കിട്ടിയില്ല. മിറർ ഇമേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ഞങ്ങൾ മുകളിൽ കയറിയത്. ഇവിടെ നിന്നാൽ നഗരത്തിൻ്റെ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും.
നല്ല രസമായിരിക്കും, നമ്മളങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ ഞങ്ങളെ ചതിച്ചു. ഭയങ്കര മഞ്ഞായിരുന്നു, പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളവിടെ കിണഞ്ഞു പരിശ്രമിച്ചു എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന്, പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ആണ്. പിന്നെ കടകളിലൊക്കെ നല്ല കമ്മലും മാലയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ. ടവറിൽ നിന്നുള്ള കാഴ്ചകൾ മുടങ്ങിയതിൽ ഞങ്ങൾക്കൊക്കെ നല്ല നിരാശയുണ്ടായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം, ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, കാലാവസ്ഥ എപ്പോഴും ഒന്നും അനുകൂലമായിട്ട് വരില്ല. രാവിലെ തന്നെ ചാറ്റൽ മഴയും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് സിൽക്കിൻ്റെ ഷോറൂമിലേക്കാണ്. ഇവിടെ സിൽക്ക് എങ്ങനെയാണ്, സിൽക്ക് നൂലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു. സിൽക്കിൻ്റെ ബെഡ്ഷീറ്റ്, ഷർട്ട്, ഫ്രോക്ക്, പിന്നെ ഷാൾ, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഭയങ്കര വിലയാണ് കേട്ടോ. സിൽക്ക് ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇവിടെ മുഴുവൻ കണ്ട ചെടികളായി, ഒരു അല്പ സ്ഥലമുണ്ടെങ്കിലും അവിടെ എല്ലാം ചെടികളും മരങ്ങളും വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ചൈനയുടെ അല്പം ചരിത്രമാണ്. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രഹസ്യ ചർച്ചയും യോഗവും നടന്നത് ഇവിടെയാണ്. ആ കാണുന്ന ബ്രിക്ക് ഡിസൈൻ ആൻഡ് റെഡ് കളർ ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിങ്ങിലെ ഒരു റൂമിൽ വെച്ചായിരുന്നു രഹസ്യ യോഗം നടന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്, ഏതാണ്ട് 10ൽ താഴെ ആൾക്കാർ മാത്രമായിരുന്നു. ഈ കെട്ടിടം ഇപ്പോൾ ഒരു മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും പോലീസ് ഓഫീസേഴ്സും അതുപോലെ വാഹനങ്ങളും കാണാം. ഇത് കണ്ടോ, കേരളത്തിലെ പോലീസ് ഓഫീസർ ചൈനയിലെ പോലീസ് വാഹനത്തിന് മുമ്പിൽ പോസ് ചെയ്യുന്നു. പിന്നെ പോയത് നഗരത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ പീപ്പിൾസ് സ്ക്വയറിലേക്കാണ്. അവിടെ മുനിസിപ്പൽ ഗവൺമെൻറ് ഓഫീസ്, മ്യൂസിയം, പാർക്ക്, തിയേറ്റർ തുടങ്ങിയവയുണ്ട്. പബ്ലിക് ഗാദറിംഗ് പ്ലേസ് ആണിത്. പിന്നെ ഇവിടുത്തെ മാരേജ് മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ് കേട്ടോ. വിവാഹപ്രായമായ കുട്ടികളുടെ പേരൻസ് വന്നിട്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പ്രദർശിപ്പിക്കുകയോ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു മാരേജ് ബ്യൂറോയോ അങ്ങനെയൊക്കെ പോലെ വരുന്ന, ഇത് കേട്ടിട്ട് വളരെ കൗതുകം തോന്നിയ ഒന്നാണ്. അതിനുശേഷം അവിടുത്തെ ഷോപ്പിംഗ് മാളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. സാധനങ്ങൾ വാങ്ങിക്കുക എന്നതിലുപരി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അവിടെ വെച്ചൊരു കുട്ടിയെ കണ്ടു, അവളുടെ പെർമിഷനോട് കൂടി തന്നെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. രാത്രിയായപ്പോഴേക്കും പല കളറിലുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട് ഷാങ്ഹായ് നഗരം അതിമനോഹരമായിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പരിപാടി ഹുവാംബു നദിയിലൂടെയുള്ളൊരു സവാരിയായിരുന്നു. ഞങ്ങളുടെ ഡിന്നറും ഇവിടെ തന്നെയായിരുന്നു. നദിയുടെ ഒരു വശത്ത് പഴയ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ്, മറുവശത്ത് അമ്പരചുംബികളായ പുതിയ നിർമ്മിതികളും കാണാം. പല കളറുകളിലുള്ള ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങളുടെ ഡിന്നറും ഇതിൽ തന്നെയായിരുന്നു കേട്ടോ. ഒറിജിനൽ ചൈനീസ് ഫുഡായിരുന്നു. എല്ലാവർക്കും ഒന്നും പൊതുവെ ചൈനീസ് ഫുഡ് അത്ര പിടിക്കില്ല, എങ്കിലും നോൺ വെജുകാർ ഒരു വിധത്തിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. വെജിറ്റേറിയൻസ് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഞാനൊക്കെ സ്പ്രൈറ്റ് കുടിച്ചും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.
ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്